നമസ്കാരം. നമ്മൾ പലരും നല്ല ശമ്പളം കിട്ടുന്നവരാണ്. എന്നിട്ട് മാസാമാസം EMI അടച്ചു തീർക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നു. എന്നാൽ ചിലരാകട്ടെ അധികം കഷ്ടപ്പെടാതെ തന്നെ വീണ്ടും വീണ്ടും പണക്കാരായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്നറിയാമോ? അത് റോബർട്ട് കിയോസാക്കി തൻ്റെ പ്രശസ്തമായ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൽ പറയുന്ന രണ്ട് വാക്കുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതാണ് ആസ്തിയും ബാധ്യതയും, അഥവാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും. കുറേയേറെ പേർക്കെങ്കിലും ഇത് ഉപകാരപ്രദം ആയിരിക്കുകയും ചെയ്യും. എന്താണ് ആസ്തി, അസറ്റ്? എന്താണ് ബാധ്യത, ലയബിലിറ്റി എന്ന് വളരെ ലളിതമായിട്ട് പറയാം. ഇത് രണ്ടും അക്കൗണ്ട്സിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് വാക്കുകൾ തന്നെയാണ്. ആസ്തി, അസറ്റ് എന്നാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന എന്തിനേയും ആസ്തി എന്ന് വിളിക്കാം. നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിലും അത് നിങ്ങൾക്ക് വരുമാനം തരും. ഉദാഹരണത്തിന്, വാടകയ്ക്ക് നൽകിയൊരു വീട്, ഡിവിഡൻഡ് തരുന്ന ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, പലിശ കിട്ടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ എന്നിവയെല്ലാം ആസ്തികളാണ്. ഇനി ബാധ്യത, ലയബിലിറ്റി. ഇവിടെ നിങ്ങൾ ഞെട്ടിപ്പോകും. ലയബിലിറ്റികൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ. ഈ ലയബിലിറ്റി എന്നാൽ ഇതിന് നേരെ വിപരീതമാണ്, ആസ്തിക്ക് നേരെ വിപരീതമാണ്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുന്ന എന്തിനേയും ബാധ്യത എന്ന് പറയാം. ഉദാഹരണത്തിന്, ഷോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ്, നമ്മൾ സ്വന്തമായി ഉപയോഗിക്കാൻ വാങ്ങിയ വില കൂടിയ കാർ, ഏറ്റവും പുതിയ ഐഫോൺ എന്നിവയെല്ലാം ബാധ്യതകളാണ്. കാരണം ഇവ വാങ്ങിയതിന് ശേഷവും മെയിൻ്റനൻസ്, പെട്രോള്, EMI എന്നിങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇത് ബാധ്യതകൾ ആണ് എന്ന് പറഞ്ഞത്. പണക്കാരനും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരന് ശമ്പളം കിട്ടിയാൽ അവൻ ആദ്യം ചെയ്യുന്നത് വലിയൊരു ബാധ്യത വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ്. അതായത് പുതിയൊരു ഫോണ്, പുതിയ ബൈക്ക്, അങ്ങനെ EMIകൾ കൂട്ടിവെക്കും. എന്നിട്ട് പണക്കാരനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള പണക്കാർ ചെയ്യുന്നത് മറ്റൊന്നാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചവർ ആദ്യം ആസ്തികൾ വാങ്ങിക്കൂട്ടും. അതായത് ഷെയറുകള്, ലാൻഡ്, ബിസിനസ്സുകള്, ബിൽഡിങ്ങുകള് എന്നിവയിലൊക്കെ ഇവർ നിക്ഷേപിക്കും. എന്നിട്ട് ഈ ആസ്തികളിൽ നിന്ന് കിട്ടുന്ന ലാഭം, അതായത് പ്രോഫിറ്റ് ഉപയോഗിച്ചാണ് അവർ ലക്ഷറി കാറുകളും മറ്റും വാങ്ങുന്നത്. അവർ ഒരിക്കലും സ്വന്തം ശമ്പളത്തിൽ നിന്ന് ബാധ്യതകൾ വാങ്ങാറില്ല. അപ്പോൾ നമ്മൾ പണക്കാരനാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? EMI കൊടുത്ത് വാങ്ങുന്ന ബാധ്യതകൾ കുറയ്ക്കുകയും നമുക്ക് പണം ഉണ്ടാക്കി തരുന്ന ആസ്തികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് ആസ്തി വാങ്ങാനാണോ അതോ ബാധ്യത വാങ്ങാനാണോ എന്ന് സത്യസന്ധമായി താഴെ കമന്റ് ചെയ്യുക. നമ്മളുടെ ഈ സീരീസിലെ ആദ്യത്തെ ഘട്ടം, അതായത് ബേസിക്സ്, ഇന്ന് പൂർത്തിയാകുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബാങ്കിങ് മേഖലയിലേക്ക് കടക്കുകയാണ്. സേവിങ്സ് അക്കൗണ്ടിലാണോ അതോ ഫിക്സഡ് ഡിപ്പോസിറ്റിലാണോ പണം ഇടേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. അത് മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി.